കാരണം കേരളത്തിൽ വേറെ ആർക്കും രാഹുൽ മാങ്കൂട്ടത്തിന് പോലെ ലൈംഗിക ശേഷി ഇല്ല. പ്രത്യേകിച്ച് CPM-ന്റെ നേതാക്കൾക്കോ അതുപോലെ പ്രധാന സ്ഥാനത്തിരിക്കുന്നവർക്കൊന്നും ഇല്ല. കാരണം അവർ ഇല്ലാത്തത് കൊണ്ടാണ് അവരുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന പീഡന കേസുകളൊക്കെ തൽക്കാലം പാർട്ടി റദ്ദ് ചെയ്ത് കൂടെ നിർത്തിയേക്കുന്നത്. നേരെ മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് അത് ഉള്ളത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടം സകല പീഡനത്തിന് ഉത്തരവാദിത്വം എടുത്ത് തലയിൽ വെക്കേണ്ടിയും വരും. നമസ്കാരം. വാസ്തവം എനിക്കറിയില്ല, എനിക്ക് ചില സംശയങ്ങളുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ അറിയുമെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ നിന്ന് കമന്റ് എഴുതുക. യുവതി താമസിക്കുന്നത് ബാംഗ്ലൂരിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെ പരിചയപ്പെടുന്നത് ഇൻസ്റ്റഗ്രാമിൽ. നേരത്തെയുള്ള പരാതികൾ ഒന്ന് ഫേസ്ബുക്ക് ആണെങ്കിൽ, അതുപോലെ വാട്സപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട ശേഷം വിളിച്ചു വരുത്തി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. ഒന്നല്ല, ഒന്നിലധികം വട്ടം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ലൈംഗിക പ്രവൃത്തി ചെയ്ത് ലൈംഗിക വീഴ്ച നടത്തി. ഇതാണ് അതിന്റെ ശരിയായ ഒരു പദം എന്ന് പറയുന്നത്. പീഡിപ്പിച്ചു എന്ന് ആലങ്കാരികമായിട്ട് പറയാം, നല്ലൊരു സ്ട്രോങ് ഉണ്ടാവും. എന്നാൽ ഇതേ കേസിൽ ഫെനി നൈനാൻ അത്തരത്തിൽ ഒരു യാത്ര നടത്തിയിട്ടില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തില് അത്തരത്തിലൊരാളെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല എന്നും ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിഷയമാകും എന്നതുകൊണ്ടാണ് ഹോം സ്റ്റേ ആയി മാറിയതെന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞിരുന്നു. അതെന്തോ ആയിക്കോട്ടെ, ഏതായാലും രാഹുൽ പീഡിപ്പിച്ചു, അങ്ങനെ തന്നെ നിൽക്കാം. ബലാത്സംഗം ചെയ്തു. ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ വന്നു. രാഹുലിന്റെ വാക്ക് വിശ്വസിച്ചിട്ട് ഇവിടെ വന്നു, കേരളത്തിൽ വന്നു. വന്ന ഉടനെ ഫെനി നാനാന്റെ കാറിൽ കയറ്റി രാഹുൽ മാങ്കൂട്ടം കയറി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതെന്ന് പറയുന്ന ഹോം സ്റ്റേയിലേക്ക് എത്തിച്ചു. അവിടെ ആകുമ്പോൾ ആരും കാണൂല, ഒരു കുഴപ്പമില്ല, അവിടെ എത്തിച്ചു. അങ്ങനെ വാതിൽ തുറന്ന് ഉള്ളിൽ കയറി ഉടനെ കുറ്റിയിട്ടിട്ട് കടന്നു പിടിച്ച് പിന്നെ ഒരു എന്താ പറയാ കടുവയെ പോലെയായിരുന്നു, സിംഹത്തെ പോലെ കടിച്ചു കീറുകയായിരുന്നു. ഏത് ആദ്യമായി കാണുന്ന ഒരു പെൺകുട്ടി. അവള് സമ്മതിക്കുമോ അല്ലെങ്കിൽ തന്റെ വാക്കിന് വശംവദയാകുമോ, വഴങ്ങിത്തരുമോ, അതൊന്നും ചിന്തിക്കാതെ കടന്നു പിടിച്ച് ഇയാൾ ആക്രാന്ത കാണിച്ച് ആ പെണ്ണിനെ നശിപ്പിച്ചു എന്ന് പറയുക, എരപ്പാക്കി. ഒരു മനുഷ്യൻ എന്ന നിലയിൽ കാണാൻ പറ്റാത്ത വിധം വളരെ മൃഗീയമായി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ഇതാണ് ആ ഒരു സ്റ്റോറി. ഇത്തരത്തിൽ കടിച്ചു കീറി, അതായത് പ്രഥമ ദൃഷ്ടിയ വിളിച്ചു വരുത്തി ആദ്യ തവണ വഴിതെറ്റിച്ച് ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിച്ച ആ പെൺകുട്ടി ഒന്നിലധികം തവണ താൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇങ്ങനെ കടിച്ചു കീറിയ ഒരു മൃഗത്തിന്റെ മുന്നിലേക്ക് പിന്നെ എന്തിനാണ് വന്നത്? ഒന്നിലധികം തവണ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആ കടിച്ചു കീറലിന് ശേഷം വീണ്ടും 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 വന്നു എന്നാണല്ലോ അതിനർത്ഥം. അതിനുശേഷമുള്ളതിന് സ്നേഹമുള്ളതായാലും സ്നേഹമില്ലാത്തതായാലും കടിച്ചു കീറിയതായാലും എന്തായാലും പീഡനങ്ങൾ നടന്നു. പീഡനം എന്ന് പറഞ്ഞുകൊണ്ട് കടിച്ചു കീറില്ല. നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ഒരു അളയിൽ നിന്ന് ഒരു കടിയെ കടിക്കാൻ പാടുള്ളൂ പാമ്പ്. അവിടെ പാമ്പുണ്ടെന്നും കടിക്കും എന്നറിയാവുന്നത് കൊണ്ട് ആ അളയിലേക്ക് പിന്നെ ആരും കൊണ്ടുവന്ന് കൈയിടില്ല. ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു യുവ നേതാവ്, സ്വാധീനമുള്ള ആള്, ജനസമ്മതിയുള്ള ആള്, കാണാൻ ചുരുക്കൊണ്ട് കാര്യം ശരി, വിവാഹ വാഗ്ദാനം നൽകി ഒരു പെണ്ണിനെ, ഒരു പാവം പെണ്ണിനെ വിളിച്ചു വരുത്തി വളരെ ക്രൂരമായി പെണ്ണിന്റെ സമ്മതം പോലും ചോദിക്കാതെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ട് വീണ്ടും വീണ്ടും അയാളുടെ അടുത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ എവിടെയോ എന്തോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഇവിടെ പൊതുജനങ്ങൾ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യ കേസും അവസാനത്തെ കേസും, അതായത് ഒന്നാമത്തെ മൂന്നാമത്തെ കേസിൽ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയൊക്കെ നിർണായകമായ ചില വിധികളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്ന പെണ്ണുങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നുള്ള കോടതിയുടെ ഒരു കാഴ്ചപ്പാട്, അത് നിലനിൽക്കില്ല എന്നുള്ള കാഴ്ചപ്പാട്. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാനുള്ള ബുദ്ധി കേന്ദ്രങ്ങൾ അടുത്ത ചിന്ത ആലോചിച്ചു, എന്ത് ചെയ്യും? പുതിയ ഒന്നിനെ ഇറക്കുമതി ചെയ്താൽ ഇനി ഇതൊരു പരമ്പരയാണ് എന്ന് ജനം വിധി എഴുതും, വീണ്ടും രാഹുൽ രക്ഷപ്പെടും. അപ്പോൾ അതിനേക്കാളും നല്ലത് നിലവിലെ കേസിലുള്ള ഒരാൾ വന്ന് മൊഴി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കോടതിക്ക് മൊഴി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിന്റെ മെഡിക്കലും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിവാഹിതയായതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടാം എന്നായിരിക്കും ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാക്കുക. ഇനി ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മെഡിക്കൽ പരിശോധനയിൽ തെളിയും, ഒരു പീഡനം നടന്നു എന്ന് തെളിയും. ഒരു കാര്യം കൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത് പറയേണ്ടത്, രാഹുൽ മാങ്കൂട്ടത്തിന് ഇതുപോലെ ലൈംഗിക ശേഷി ഉണ്ടോ എന്ന് പരിശോധന കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ആ പരിശോധന ഫലം എന്തായെന്ന് എനിക്കറിയില്ല. ഉണ്ട് എന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് പീഡിപ്പിച്ചത് എന്ന് തെളിയും. കാരണം കേരളത്തിൽ വേറെ ആർക്കും രാഹുൽ മാങ്കൂട്ടത്തിന് പോലെ ലൈംഗിക ശേഷി ഇല്ല. പ്രത്യേകിച്ച് CPM-ന്റെ നേതാക്കൾക്കോ അതുപോലെ പ്രധാന സ്ഥാനത്തിരിക്കുന്നവർക്കൊന്നും ഇല്ല. കാരണം അവർ ഇല്ലാത്തത് കൊണ്ടാണ്
അവരുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന പീഡന കേസുകളൊക്കെ തൽക്കാലം പാർട്ടി റദ്ദ് ചെയ്ത് കൂടെ നിർത്തിയേക്കുന്നത്. നേരെ മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് അത് ഉള്ളത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടം സകല പീഡനത്തിന് ഉത്തരവാദിത്വം എടുത്ത് തലയിൽ വെക്കേണ്ടിയും വരും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു. CPM-ന്റെ നിലപാട് കേൾക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് തോന്നുന്നത്. ഇവിടെ ഇര പീഡിപ്പിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നല്ല ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നത് വസ്തുതയാണ്, വാസ്തവമാണ്. അത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. കാര്യം അത്തരത്തിൽ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഏത് ഒരു വ്യക്തിയായാലും ആരായാലും അയാള് പിന്നെ സമൂഹത്തിൽ വേണ്ട. ഒരു രാജ്യദ്രോഹിയെ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ദ്രോഹിയെ എന്തിനാ ഇവിടെ വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യം? പക്ഷെ ഒരു ചോദ്യമുണ്ട്, ഒരു വട്ടമേ ഒരാൾ പീഡിപ്പിക്കൂ, ഇത്രയും ക്രൂരമായി പീഡിപ്പിക്കൂ. അങ്ങനെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷവും വീണ്ടും വീണ്ടും പീഡിപ്പിക്കപ്പെടാൻ വന്നു എന്നുണ്ടെങ്കിൽ ആദ്യത്തെ പീഡനത്തെ എന്താണ് വിളിക്കേണ്ടത്? ആദ്യത്തെ പീഡനത്തിന് തീവ്രത പോരാ എന്ന് മനസ്സിലായിട്ട് പിന്നീട് പീഡിപ്പിക്കപ്പെടാൻ വേണ്ടി വന്നതാണോ? പരാതി കൊടുക്കാനും വേണ്ടിയുള്ള ഒരു തീവ്രത ഇല്ലാത്തത് കൊണ്ട് വന്നതാണോ? ന്യായമായും ഒരു സംശയമുണ്ട്. ഈ സംശയത്തിന് മറുപടി കിട്ടേണ്ടതുണ്ട്. ഏതായാലും ഇത് ജനങ്ങൾ സംസാരിക്കുന്നത് കൊണ്ട്, വാർത്താ ചാനലുകളും മറ്റുമെല്ലാം പൊതു ഇടത്തിലിട്ട് ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് പൊതുജനങ്ങൾക്ക് ഈ സംശയമുള്ളത്. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ഇത് സംബന്ധിച്ചുള്ള എന്തെങ്കിലുമൊക്കെ മറുപടികൾ പൊതുസമൂഹത്തിന് കൊടുക്കുമെന്ന് കരുതുന്നു. കാരണം ഇത് ആഘോഷപരമായി സമൂഹത്തിൽ നിലനിർത്തുക എന്നുള്ളത് ഇപ്പോ എല്ലാവരുടെയും ഒരു ആവശ്യമായിട്ട് തോന്നുന്നു. പ്രത്യേകിച്ച് CPM-ന്റെ ഒരു ആവശ്യമാണെന്ന് തോന്നുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് ഏകദേശം ഉറപ്പായി. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാതിരുന്നാൽ മാത്രം പോരാ, അയാൾ എന്നേക്കുമായി രാഷ്ട്രീയത്തിൽ നിന്ന് പോകണം, എന്നേക്കുമായി അയാൾ ജയിലിൽ അടയ്ക്കപ്പെടണം, അയാൾ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു വിഷയം സംസാരിക്കാനില്ലാത്തത് കൊണ്ട്, എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം തന്നെ ഇനി അങ്ങോട്ട് മീഡിയകളും സോഷ്യൽ മീഡിയ ഒക്കെ ചർച്ച ചെയ്യട്ടെ. ഇപ്പൊ ഏറ്റവും ശക്തമായ മീഡിയ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയകൾ വേറെ ഏതെങ്കിലുമൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സർക്കാരിനൊരു ക്ഷീണമായതുകൊണ്ട് തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിന് എന്തായാലും സംസാരിക്കുന്നുണ്ടല്ലോ, അത് തന്നെ ഇനി തുടർന്നു പോട്ടെ. ഇനി ഏതാനും ചില ആഴ്ചകൾ മാത്രമേ ഉള്ളൂ അടുത്ത തെരഞ്ഞെടുപ്പിന്. അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മേൽ ഇത്തരത്തിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കേസും വഴക്കും പുക്കാറുമായിട്ടൊക്കെ പോകാം. ഇനി പറ്റുമെന്നുണ്ടെങ്കിൽ ജാമ്യം റദ്ദാക്കി ഒന്നുകൂടി പിടിച്ചകത്തിടാൻ നോക്കുകയും ചെയ്യാം. ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും ഒരു സംശയം ബാക്കിയുണ്ട്. ഈ പരാതിക്കാർ ആരായാലും അവർ ഒരു തവണയെ പീഡിപ്പിക്കപ്പെടൂ എന്നാണ് കേരള സമൂഹത്തിലെ ബോധവും വെള്ളിയാഴ്ചയുമുള്ള ആൾക്കാർ ചിന്തിക്കുന്നത്, വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാൻ കാരണം ആദ്യ കാഴ്ചയിൽ തന്നെ റൂമിനകത്തേക്ക് കാണാൻ വന്നപ്പോൾ വാതിലടച്ചിട്ട് ഒരക്ഷരം പോലും മിണ്ടാതെ അത് ക്രൂരമായി പീഡിപ്പിച്ചത് കൊണ്ടാണ്. കാരണം അങ്ങനെ ഒരു വ്യക്തിയെ വിവാഹ വാഗ്ദാനം വിശ്വസിക്കാൻ തന്നെ പറ്റില്ല. കാരണം ഒരു പെണ്ണിനെ പെണ്ണ് എന്ന് പോലും പരിഗണിക്കാതെ ആ നിലയിൽ ക്രൂരവും പൈശാചികവുമായി പീഡിപ്പിച്ച ഒരാളെ ഏത് അർത്ഥത്തിൽ ഏത് തരത്തിലാണ് വിശ്വസിക്കുക? അതുകൊണ്ട് പിന്നീട് ഒരു തവണ കൂടി നിൽക്കുന്നത് പോട്ടെ, ആ ഏരിയയിൽ പിന്നെ ആൾക്കാർ വരില്ല. എന്നാൽ ആ സ്ഥാനത്ത് ഇവിടെ ഒന്നിലധികം വട്ടം പീഡിപ്പിക്കപ്പെട്ടു എന്ന് പരാതി പറയുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് വാസ്തവം എന്നറിയാൻ ഒരു ആഗ്രഹമുണ്ട്. Different angles. Don't forget to subscribe and support this channel.